കൊല്ലം കേരളപുരം സ്വദേശിനി അന്വേഷിക്കും. ആത്മഹത്യയും കൊലപാതകവും നടന്നത് ഷാർജയിലായതുകൊണ്ട് തന്നെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ്. വിഭജികയുടെ അമ്മയും സഹോദരനും നേരിട്ട് ഷാർജയിലെത്തി ഷാർജ പോലീസിനെ കാണും. അമ്മ UAE എത്തിക്കഴിഞ്ഞു. ഇതിനായി അമ്മ ശൈലജ ഇന്ന് പുലർച്ചെ UAE എത്തിയിട്ടുണ്ട്. മകൻ വൈകുന്നേരം അവിടെ എത്തുമെന്നാണ് വിവരം. വിഭജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കും. അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകും. അതേപോലെ അരുൺ രാജ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകും. ആദ്യം അരുൺ രാജിലേക്ക്. അരുൺ രാജ്, യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറി കഴിഞ്ഞോ? SKN സാങ്കേതികപരമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഈ പൂർത്തിയാക്കാനുള്ളത്. വിഭജിക കേസിൽ ലോക്കൽ പോലീസിന് ഇതിൽ കൂടുതൽ മുന്നോട്ട് അന്വേഷണം പോകാൻ കഴിയില്ല. കാരണം ഈ സംഭവം നടന്നിരിക്കുന്നത് വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കേണ്ടത് ക്രൈംബ്രാഞ്ചാണെന്ന് കാട്ടി കുണ്ട്ര പോലീസാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ കൊല്ലം റൂറൽ SPക്ക് കൈമാറിയിട്ടുള്ളത്. ഈ റൂറൽ SPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുക. ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയേക്കുമെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നതിനപ്പുറം ഗാർഹിക പീഡന വകുപ്പുകളടക്കം ചുമത്തിയായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്. ഈ കേസിൽ ഗുരുതരമായ ആരോപണമാണ് നേരത്തെ ഈ കുടുംബം ഈ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ തെളിവുകൾ കൂടി ഒരുപക്ഷെ ഇന്നും നാളെയുമായി ഈ കുടുംബം പോലീസിനും അതുപോലെ തന്നെ കേസ് അന്വേഷിക്കാൻ പോകുന്ന ക്രൈംബ്രാഞ്ചിനും കൈമാറും എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഈ സംഘത്തിന് മുമ്പിൽ, ഈ കുടുംബത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം അവിടുത്തെ അന്വേഷണവും അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് UAE ഗവൺമെന്റ് നേരത്തെ കുടുംബവുമായി പങ്കുവച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് വേഗത്തിൽ വേണം ഈ മൃതദേഹം വിട്ടുകിട്ടണം എന്ന ആവശ്യം കുടുംബം ഉന്നയിക്കുക. ഇതിന്റെ നടപടികൾ വേഗത്തിലാക്കാനാണ് ഈ കുടുംബം ഇപ്പോൾ നേരിട്ട് UAE പോയിട്ടുള്ളത്. നിന്ന് അരുൺ പാറാട്ട് കൂടി തത്സമയം ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ മൃതദേഹം അവിടെ സംസ്കരിക്കാൻ ഈ ഭർത്താവിൻ നിതീഷിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. എന്നാൽ വിവഞ്ചികയുടെ മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഇദ്ദേഹത്തിന് എതിർപ്പുമില്ല. എന്താണ് ലേറ്റസ്റ്റ് വിവരം? SKN ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഏകോപിപ്പിക്കാനും ഇവിടെയുള്ള പോലീസ് അന്വേഷണവുമായി സഹകരിക്കാനും രക്തബന്ധമുള്ള ആളുകൾ എന്ന രീതിയിൽ അമ്മയും സഹോദരനും ഇന്നിപ്പോഴെത്തും. അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ട് അമ്മ ഇന്ന് പുലർച്ചെയാണ് ഇവിടെ ഇപ്പോൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. അവരിപ്പോൾ ഷാർജയിൽ ബന്ധുവിന്റെ വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റിലേക്കും ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്കും ഒക്കെ അമ്മ യാത്ര ചെയ്യും. കൂടുതൽ തെളിവുകൾ പോലീസിന് സമർപ്പിക്കാനുണ്ട്. വലിയ തോതിലുള്ള ഫോൺ കാണാതായ വിഷയമുണ്ട്, ലാപ്ടോപ്പ് കാണാതായ വിഷയമുണ്ട്. ഇത്തരത്തിൽ ഈ തെളിവുകളെല്ലാം തന്നെ പോലീസ് അന്വേഷണത്തിനോട് സഹകരിച്ചുകൊണ്ട് പോലീസിനെ എത്തിക്കാനുണ്ട്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ അമ്മയുടെ കൈവശമുണ്ട്. അതും പോലീസിനെ സമർപ്പിക്കണം. അന്വേഷണവുമായി കൂടുതൽ സഹകരിക്കണം. പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കോൺസുലേറ്റിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിൽ അന്വേഷണത്തിനായി സഹായകരമായിട്ടുള്ള നടപടികളെ കോൺസുലേറ്റും കടന്നിട്ടുണ്ട്. എന്നാലും പോസ്റ്റ്മോർട്ടം പൂർത്തിയാകണം എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു നടപടി. മകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടം ഇന്നോ നാളെയോ പൂർത്തിയാകും. ഇതിനുശേഷം ഈ ആഴ്ചയിൽ തന്നെ മൃതദേഹം എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇവരുടെ സാമൂഹ്യ പ്രവർത്തകരടക്കം ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മകനും കാനഡയിൽ നിന്ന് ഇവിടെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പേരക്കുട്ടിയുടെയും മകളുടെയും മൃതദേഹം കാണാനും അത് വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാനായി അമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട്. വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് ഉടൻ തന്നെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേസ് അന്വേഷണവും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്.